പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഈ വാച്ച് നിന്ന് കഴിഞ്ഞാൽ കേട് പറ്റിയ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഇത് കൊണ്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നത്, കൊണ്ടുപോയി ചുണ്ണാമ്പിടല്ലേ എന്ന് ചോദിക്കും. ചുണ്ണാമ്പ് നമ്മൾ വെറ്റ മുറുക്കുന്നവർക്ക്. അപ്പൊ ഞാനിത് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അല്ല ഈ വാച്ചിന്റെ ഈ ഗ്ലാസ് ഒരു ചെറിയ ഒരു വിജാപരിയൊക്കെ വെച്ച് ഒരു അടപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് ചുണ്ണാമ്പിടാനും കൊള്ളാം ഇല്ലേ? പക്ഷേ വാച്ച് ഉണ്ടാക്കിയവനെങ്ങാണോ അത് കണ്ട അവന്റെ ചങ്കിടിക്കും. കാര്യം, വാച്ച് ഉണ്ടാക്കിയവൻ ഇത് ചുണ്ണാമ്പിടാനല്ല ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? സമയം കാണിക്കാനാണ്. ഇറ്റ് ഈസ് പ്രീഡെസ്റ്റൈൻഡ് ടു ഷോ ടൈം. അത് വികലമായി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേക്കറുടെ മനസ്സിലെ വികലമല്ലാത്ത തിരിച്ചറിവാണ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ ഉത്തരമാണ് എന്റെ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ മുൻ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ്? വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ മുൻ നിർണയിച്ചിരിക്കുന്നത്. അതാണ് ആത്യന്തിക ലക്ഷ്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യം അതാണ്. വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുവാനാണ് നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വളരെ സെലസ് ആയിട്ടുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, മോനെ, ദൈവം നമ്മളെ കുറിച്ച് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞു, സുവിശേഷം അറിയിക്കണോ അച്ഛാ, അല്ലാതെ എന്തോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? സുവിശേഷം അറിയിക്കണോ നമ്മൾ? ഞാൻ പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു കാര്യം. അതിനേക്കാൾ വലിയ കാര്യം എന്തോ അച്ഛാ? സുവിശേഷം അറിയിക്കുന്നതിനേക്കാളും വലുത്. ഞാൻ പറഞ്ഞു, അതിനേക്കാൾ വലുതാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കണം. എന്തുകൊണ്ട്? അതും അവന്റെ അനുരൂപതയുടെ ഭാഗമാണ്. യേശു കർത്താവ് സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് അനുരൂപതയുടെ ഭാഗമായി നമ്മളും സുവിശേഷം അറിയിക്കണം. ബിക്കോസ് വി നീഡ് ടു ലിവ് ലൈക്ക് ജീസസ്. നമ്മൾ യേശുവിനെ അനുകരിക്കുകയാണെങ്കിൽ നാച്ചുറലി യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. യേശു വചനം പ്രസംഗിച്ചതുപോലെ നമ്മൾ പ്രസംഗിക്കണം. യേശു സുവിശേഷം പ്രസംഗിച്ചതുപോലെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. യേശു ജീവിച്ചതുപോലെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനെ പോലെ പ്രാർത്ഥിക്കണം, അവനെ പോലെ പ്രസംഗിക്കണം. എവറിത്തിങ് ഈസ് നീഡഡ്. എന്നാൽ ആത്യന്തികമായി ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? വി നീഡ് ടു ലിവ് ലൈക്ക് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. വി നീഡ് ടു ഡു, ഏറ്റവും പ്രധാനം, അവനെ പോലെ പ്രാർത്ഥിക്കുന്നതും അവനെ പോലെ പ്രസംഗിക്കുന്നതുമല്ല, അവനെ പോലെ ആകുന്നതാണ്. നമ്മളെപ്പോഴും അവനെ പോലെ ചെയ്യുന്നതാണ്. പക്ഷെ അവനെ പോലെ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് അവനെ പോലെ ആകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡൂയിങ് ദാറ്റ് മാറ്റേഴ്സ്. ഓഫ് കോഴ്സ് ഡൂയിങ് മോശമാണെന്നല്ലേ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡൂയിങ് ദാറ്റ് മാറ്റേഴ്സ്, ഇറ്റ് ഈസ് ബീയിങ്. അവനെ പോലെ ആവുന്നതാണ്. ബീയിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഡൂയിങ്. അവനെ പോലെ നമ്മൾ ആയിത്തീരണം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വീണ്ടും വരുമ്പോൾ 1 John chapter 3 verse 1 onwards നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഇതുമായി റിലേറ്റഡ് ആയിട്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മളെയും അറിയുന്നില്ല. നാച്ചുറൽ. യേശു എന്താണെന്നുള്ളത് ലോകത്തിന് അറിയത്തില്ലായിരുന്നു. യേശു എങ്ങനെയുള്ളവനാണ്, എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ലോകത്തിന് അറിയത്തില്ലായിരുന്നു. മനുഷ്യന്റെ തേജസ്സിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് യേശു കർത്താവിന്റെ ക്രൂശ് എന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു. യേശുവിലാണ് ദൈവം മനുഷ്യവർഗത്തെ പുതുക്കി പണിയുന്നെന്നുള്ളത് ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവർ നോക്കുമ്പോൾ യേശുവിന്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. When they looked at him, they were seeing him as a carpenter, as a rabbi, as a good teacher, or a good man, or a miracle worker. അവന്റെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും അവർ കണ്ടു. പക്ഷേ യേശു ആരാണ് എന്നുള്ളത് ലോകം അറിഞ്ഞില്ല. യേശുവിനെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെയും ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ അതിലേക്ക് കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല.
അതാണ് അതിനകത്തെ പ്രശ്നം. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ഇപ്പോഴാരാണ് നമുക്കറിയാം. ബിലവഡ്, വി ആർ ഗോഡ്സ് ചിൽഡ്രൻ നൗ. ഇറ്റ് ഡസ് നോട്ട് യെറ്റ് അപ്പിയർ വാട്ട് വി ഷാൽ ബി, ബട്ട് വി നോ ദാറ്റ് വെൻ ഹി അപ്പിയേഴ്സ് വി ഷാൽ ബി ലൈക്ക് ഹിം. നമ്മൾ ആരാകുമെന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല എന്ന്, അറിയത്തില്ല എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായത് ഒരു വെയ്ഗ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്കുള്ളൂ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ വെയ്ഗാണ്, ഒരു മങ്ങിയ കാഴ്ച പോലെയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, ഒരു ഡിം മിററിലെ പോലെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത്രേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയേണ്ടത് ഇതിന് ശേഷം എന്തൊക്കെ നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടെന്താ, സ്വർഗത്തിൽ പോയവരെയും നരകത്തിൽ പോയവരെയും ഒക്കെയാണ് ഇപ്പൊ സ്റ്റേജിലെല്ലാം കാണുന്നത്. സ്വർഗത്തിൽ കൂടെ അങ്ങനെ നടന്നു, നരകത്തിൽ കൂടെ ഇങ്ങനെ പോയി, നരകത്തിന്റെ അറകൾ എത്ര ഉണ്ട്, സ്വർഗത്തിന്റെ അറകൾ എത്ര ഉണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ ദൈവം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയേനെ. അല്ലാതെ അന്ത്യകാലത്തേക്ക് മാത്രമായിട്ട് ഏതെങ്കിലും പ്രത്യേക വെളിപ്പാടുകൾ അവർ പോയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ വാദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ പോയാലും ഇല്ലെങ്കിലും ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞു നടക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 14 വർഷത്തിന് മുമ്പ് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ ശരീരത്തോടു കൂടിയോ ശരീരത്തിൽ കൂടാതെ പോയതെന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷേ അവിടെ ഞാൻ ഉച്ചരിച്ചു കൂടാത്തതായ കാര്യങ്ങളെ കണ്ടു. എന്താ അതിൻ്റെ അർത്ഥം? certainly he had heavenly visions. തീർച്ചയായും സ്വർഗീയ ദർശനം പൗലോസിനുണ്ടായി. പക്ഷെ അത് ഉച്ചരിച്ചു കൂടാത്തതാണ് എന്ന് വെച്ചാൽ അത് പൗലോസിന് ദൈവം കൊടുത്തൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് നാട്ടുകാരോട് പറഞ്ഞു മനസ്സിലാക്കാനുള്ളതല്ല. ആയിരുന്നെങ്കിൽ പോൾ അതായിരുന്നേനെമല്ലോ ഏറ്റവും കൂടുതൽ എഴുതുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ ഈ കാര്യങ്ങളൊന്നും നീ എഴുതി പിടിപ്പിക്കണ്ട. പൗലോസിനോട് എഴുതണ്ടെന്ന് പറഞ്ഞ കാര്യം ഈ 21-ാം നൂറ്റാണ്ടിൽ പിള്ളേരോടൊക്കെ നീ എന്നാ പോയി എഴുതിയേച്ചു വാ, ഈ അന്ത്യകാലത്ത് എൻ്റെ ജനങ്ങൾ മനസ്സിലാക്കാനായിട്ട് നരകത്തിന്റെ അറയല്ല ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് വല്ലതും ദൈവം പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ വെയ്ഗായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ അത്രയും മതിയെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി, സ്വർഗത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഈ പറയുന്നത് പോലുള്ള ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. അത് വിശ്വാസത്താൽ മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്. അത് വിശ്വാസത്താൽ മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞറിയേണ്ടതായ കാര്യങ്ങളല്ല. എൻ്റെ സ്വർഗീയമായ അല്ലെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഐ നോ. അല്ലെ പോള് പോലും പറയുന്നത് എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അത്യുത്തമല്ല, അത്രേ ഉള്ളൂ. വെൻ ഐ ഡൈ ഐ വിൽ ബി വിത്ത് ക്രൈസ്റ്റ്. അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം, അത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള വിശദീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയാണ്, നാം ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴത് വെളിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 പുസ്തകം അപൂർണമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിൽ എനിക്ക് വെളിപ്പെടുത്തി കേട്ടോ, അത് അന്ന് അങ്ങനെ ആയിരുന്നെന്നുള്ളതേ ഉള്ളൂ, ഇപ്പൊ എനിക്ക് വെളിപ്പെടുത്തി ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 പുസ്തകം അപൂർണമായിരുന്നെന്നും ഈ പുസ്തകം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതായിരുന്നു എന്നുമാണ് നമ്മൾ പറയുന്നത്. സാധു സുന്ദർ സിംഗിന്റെ ആത്മലോകം എന്ന് പറയുന്ന പുസ്തകം ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിന് അതുണ്ടായോ, അങ്ങനൊരു ദർശനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹം എഴുതാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്ന സാധു സുന്ദർ സിംഗിന്റെ പുസ്തകം എഴുതാൻ ദൈവം അദ്ദേഹത്തെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. കാര്യം ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൗലോസ് പറഞ്ഞല്ലോ 14 വർഷം മുമ്പ് ഞാൻ സ്വർഗത്തോട് എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ അവിടെ ഞാൻ ഉച്ചരിച്ചുകൂടാത്ത കാര്യങ്ങളെ കണ്ടു. There are things that we shall not speak about. Maybe that is your personal experience. Keep it with you. അത്രയേ ഉള്ളൂ, മറ്റുള്ളവർ അറിയേണ്ട കാര്യങ്ങളല്ലാതെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുപോലെ പ്രത്യക്ഷമായിട്ടില്ല.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഒരു കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ എതിരേൽക്കുന്നത്, കാണുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ എതിരേൽക്കുന്നത്. Beloved, we are God's children now. It does not yet appear what we shall be, but we know that when he appears, we shall be like him. For we shall see him or meet him as he is. അവനെ പോലെ സദൃശനായിക്കൊണ്ട്, ഇതാ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഒക്കെ മനസ്സിലെ ഒരു ചിന്ത, നമ്മളിപ്പോൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ യേശു കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ അവനെ പോലെ അങ്ങാകുമെന്ന. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പിശാചിനെ പോലെ ജീവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ യേശു വരുമ്പോൾ എങ്ങനെ ആയിപ്പോകും, പെട്ടെന്ന് നമ്മൾ യേശുവിനെ പോലെ അങ്ങാകും. അങ്ങനല്ല ഈ വാക്യം പറയുന്നത്. കണ്ണിമയ്ക്കുന്ന നിലയിൽ നമ്മൾ രൂപാന്തരപ്പെടുമെന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. നമ്മളുടെ ബോഡി, ഇത് ശരീരം, ഇത് മെറ്റീരിയൽ ബോഡിയാണ്. പക്ഷേ ഈ ദ്രവത്വം അദ്രവത്വത്തെ അവകാശം ആക്കുക ഇല്ല. അതുകൊണ്ട് മാറ്ററിന്, മെറ്റീരിയൽ ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് യേശു കർത്താവിൻ്റെ വരവിങ്കൽ എൻ്റെ ബോഡി ട്രാൻസ്ഫോംഡ് ആകുന്നുണ്ട്, എൻ്റെ ശരീരം രൂപാന്തരപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ്റെ സ്വരൂപത ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ അവനെ പോലെ ആകണം. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, എന്നാൽ സ്വരൂപം, നമ്മുടെ ഇമേജ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ നേച്ചർ, അവിടെ അതാണ് പ്രധാനപ്പെട്ട വിഷയം. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവനെ പോലെ ആകുകയല്ല, ഇപ്പോൾ തന്നെ നമ്മൾ അവനെ പോലെ ആകണം. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ശരീരം രൂപാന്തരപ്പെടുമെങ്കിലും യേശു പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സ്വരൂപം പ്രാപിച്ചുകൊണ്ട് എതിരേൽക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അതൊരു പ്രോസസ്സാണ്. അവനെ പോലെ ആയിക്കൊണ്ട്, ഇവിടെ പറയുന്ന വാക്യത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ടാണെന്നാണ് കറക്റ്റ് പറഞ്ഞാൽ. കാണുന്നതാകൊണ്ടല്ല. വി നീഡ് ടു സീ that we are becoming like him when he appears. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത വാക്യം പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അതായത് യേശു പ്രത്യക്ഷനാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മളങ്ങ് ഹോളി ആകുമെങ്കിൽ, യേശു പ്രത്യക്ഷനാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ നിർമ്മലനാവുമെങ്കിൽ, യേശു പ്രത്യക്ഷനാകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ യേശുവിന്റെ സ്വഭാവവും നേച്ചറും എല്ലാം നമ്മൾ രൂപപ്പെടുകയാണെങ്കിൽ താഴെ പറയുന്ന വാക്യത്തിന് പ്രസക്തിയില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന വാക്യത്തിന് പ്രസക്തിയില്ല. എന്തുകൊണ്ട് പ്രസക്തിയില്ല? അതിന്റെ ആവശ്യമില്ലല്ലോ. കാര്യം കർത്താവ് വരുമ്പം നാച്ചുറൽ എന്തോ സംഭവിച്ചോളും, പെട്ടെന്ന് ഞാൻ യേശുവിന്റെ സ്വഭാവത്തോട് അങ്ങനെ രൂപരാകും. അങ്ങനെയല്ല വേദോസം പഠിപ്പിക്കുന്നത്. വേദോസം പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് ഒരു സമയം തന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ ദൈവ മക്കളാണ്. എന്നാൽ നാം എന്താകുമെന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് പ്രത്യക്ഷനാകുന്നത്? നമ്മളെ കൂടെ, അവന്റെ കൂടെ, അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് എൻ്റെ ചുമതല എന്ന് പറയുന്നത്, എനിക്ക് ലഭിക്കുന്ന ഈ സമയത്തിനുള്ളിൽ, എനിക്ക് കിട്ടുന്ന ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, എൻ്റെ മരുഭൂമിയുടെ ഈ പ്രയാണ കാലയളവ്, ഈ കാലയളവിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? അവനെ പോലെ ആയിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, എന്ത് പ്രത്യാശ? ഞാൻ അവനെ എതിരേൽക്കുമ്പോൾ അവന്റെ സ്വരൂപത്തിൽ, സ്വഭാവത്തിൽ, അവന്റെ നേച്ചറിൽ, അവന്റെ ക്യാരക്ടറിൽ അതേ രൂപം പ്രാപിച്ചുകൊണ്ട് അവനെ പോലെ ആയിക്കൊണ്ട് ഞാൻ അവനെ എതിരേൽക്കും എന്ന് പ്രത്യാശിക്കുന്നവർ, എന്നാഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഈ നിമിഷം മുതൽ എന്ത് ചെയ്തോണം? തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. അതൊരു പ്രോസസ്സാണ്, ഒറ്റ ദിവസം കൊണ്ട് നടക്കുകയല്ല. ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ തന്നെ നിർമ്മലീകരിക്കുകയാണ്. എന്നെ തന്നെ അവന്റെ
അവന്റെ രൂപത്തോട് അനുരൂപമാക്കുകയാണ്, അവനെ പോലെ ആവുകയാണ്. കാരണം അവനോട് കൂടെ സ്വർഗസ്ഥ പിതാവിന്റെ മകനായി സ്വർഗത്തിൽ ജീവിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? അവന്റെ മകനായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് പിന്നെ പരിശീലിക്കാൻ പറ്റത്തില്ല. സ്പേസിൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ സ്പേസിൽ ചെന്ന് പരിശീലിക്കാൻ പറ്റത്തില്ല. അവൻ എവിടെ വെച്ച് തന്നെ പരിശീലിക്കണം? അവൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശീലിക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ മകനായി സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം ജീവിക്കേണ്ടതെന്ന് ഞാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരനായ യേശുവിനെ നോക്കി അവനെ പോലെ ജീവിച്ചുകൊണ്ട് ഞാൻ പരിശീലിക്കുകയാണ്. ജീസസ് ഈസ് മൈ എൽഡർ ബ്രദർ. അവൻ എൻ്റെ മൂത്ത സഹോദരനാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കണ്ടല്ലോ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. സോ ജീസസ് ഈസ് ദ ഫസ്റ്റ് ബോൺ. ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ജീസസ് ഈസ് ദ ഫസ്റ്റ് ബോൺ. ഹി ഈസ് മൈ എൽഡർ ബ്രദർ. അവന്റെ പിന്നാലെയാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഹി ഈസ് ദ പൈനിയർ. അവന്റെ പിന്നാലെ ഞാൻ കയറി ചെല്ലുമ്പോൾ അവനെ പോലെ തന്നെ, മൂത്ത പുത്രനെ കാണുന്നത് പോലെ തന്നെ വേണം, അവന്റെ രൂപത്തിലായിരിക്കണം പുറകെ ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബിക്കോസ് ഹി ഈസ് മൈ പൈനിയർ. എന്റെ മുന്നിൽ നടക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ജീസസ്. യേശു മുന്നേ നടക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ ആദ്യജാതൻ ആരാണ്? യേശുവാണ്. അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള അനേകം സഹോദരന്മാരൂടെ എങ്ങോട്ട് ചെല്ലുന്നുണ്ട്? പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന പുത്രനോട് ഒരുമിച്ച് അവന്റെ സഹോദരനായി ഞാൻ പോകുമ്പോൾ എന്റെ മൂത്ത സഹോദരനായ യേശുവിന്റെ സ്വരൂപത്തോടെ ഞാൻ അനുരൂപനാകുവാൻ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? എന്നെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത്. അതിനാണ് ദൈവം യേശു 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചത്. ബിക്കോസ് ഹി ഈസ് ദ ഫസ്റ്റ് ബോൺ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലും ഇതേ ഭാഗം തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകത്തക്ക രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ യേശുവിന്റെ ആത്യന്തികമായ പ്രവൃത്തി എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഭാഗം. യേശുവിന്റെ ലക്ഷ്യം എന്താണ്? യേശുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, യേശുവിന്റെ ആത്യന്തിക ലക്ഷ്യം യേശു തേജസ്സിൽ ജീവിക്കുക മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള അനേകം പുത്രന്മാരെ എന്ത് ചെയ്യണം? തേജസ്സിലേക്ക് നയിക്കണം. അനേകരെ തേജസ്സിലേക്ക് നയിക്കണം. നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. എന്ത് രസകരമായ ഒരു ഫ്രേസ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നെ പ്യൂരിഫൈ ചെയ്യുന്നത് യേശുവാണ്, വിശുദ്ധീകരിക്കപ്പെടുന്നത് ഞാനാണ്. വിശുദ്ധീകരിക്കുന്നത് യേശു, വിശുദ്ധീകരിക്കപ്പെടുന്നത് ഞാൻ. ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പിതാവ് ഒരുവനായിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ എത്ര അത്ഭുതകരമായ ഒരു വേദപുസ്തക, ബൈബിളിന്റെ ഓരോ ഭാഗങ്ങളും എത്ര ക്ലാരിറ്റിയിലാണ് വേദപുസ്തകത്തിന്റെ എഴുത്തുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവരെ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട് യേശു വന്നിരിക്കുന്നു. യേശുവിന്റെ പിതാവ് ദൈവം, വിശുദ്ധീകരിക്കപ്പെടുന്ന എന്റെയും പിതാവ് ദൈവമാകുമ്പോൾ ജീസസ് ഈസ് മൈ എൽഡർ ബ്രദർ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല.
So Jesus calls me as his own brother. എന്റെ സഹോദരൻ എന്ന് വിളിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അവൻ അതിനകത്ത് സന്തോഷമായിരിക്കുന്നു. ഇനി അതിന്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനാകുവാൻ ആവശ്യമായിരുന്നു. See, Jesus calls us his own brethren. നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. അവൻ വിളിക്കുന്നത് സഹോദരൻ എന്നാണ്. അപ്പോൾ എനിക്ക് എന്റെ ചുമതല എന്താണ്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന യേശുവിന്റെ പിന്നാലെ അവന്റെ സഹോദരനായി തേജസ്സിലേക്ക് നടക്കുമ്പോൾ അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ, മുന്നറിവ് എന്നുള്ളതാണ് നമ്മളവിടെ കാണാനായിട്ട് കഴിയുന്നത്. 2 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അഷ്ടതയിലും പാടുവാൻ, അഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുവേ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം